സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ജീവൻ അപകടത്തിലാക്കും. ലിക്വർ ഡ്രിങ്കിങ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഹലോ, എവിടെയാ? എവിടെത്തരാ? അവരുടെ ആ എന്താ മരം വരാത്തെ? കൊറേ വരും, നീ വെയിറ്റ് ചെയ്. ഹലോ, നിങ്ങൾ എവിടെ എത്തി? അവിടെ എത്തിയില്ലേ? ഭയങ്കര ലാഗായി ആണ്. അതല്ലടാ ബാബു, അതാ നമുക്ക് പോവാ. പാട്ട് ഒരു രക്ഷയില്ല. പിന്നെ എന്നാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്റെ വീട്ടിലേക്ക് ഒന്ന് പോയാലോ? ഒന്ന് പോവാ, ഇവിടെ അടുത്താ. ഇല്ലടാ, സമയമില്ല, വേറെ പരിപാടി ഉണ്ട്. അല്ല, ഇവിടെ അടുത്താണ്, ഒന്ന് വേഗം കയറിട്ട് പോവാ. അത് പോയിട്ടാ ജസ്റ്റ് നോക്കാം. എന്നാ ഓക്കെ.
എന്തായാലും ഇത് നോക്കിടാ, അവിടെ എന്തോ ഉണ്ടല്ലോ അവിടെ കണ്ട. അതാ ഇവിടെ എന്തോ ഉണ്ടെന്ന് പറയുന്നില്ല. അയ്യോ എടാ, എന്താലേ ഒരാളെ നമ്മുടെ മുന്നിലിട്ട് കൊന്നു എന്നുള്ളതാ. എന്താലേ എടാ അരവിന്ദാ അവനെ വിടാടാ. അവൻ നട്ടില്ലേ? എടാ, അപ്പൊ നിങ്ങൾ ഒരുമിച്ചാടാ വന്നേ? അപ്പൊ നിങ്ങളുടെ കൂടെ ഞാൻ എന്താടാ? വന്നു വെച്ചപ്പോ അപ്പൊ കൂടെ എന്നിട്ട് കാര്യല്ലേ, വാ എന്നാ പോയി നോക്കാം. വാ, അല്ലേ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, വാ പോയി നോക്കാം. എന്നാ പോയി നോക്കാം. എന്നാലും ആരാല്ലേ അവനെ കൊന്നത്? അവന്റെ ശവടക്ക് കഴിഞ്ഞു എന്നാ പറഞ്ഞേ. പക്ഷെ എനിക്കറിയില്ല കാരണം എന്താ നടന്നേന്നുള്ളതും. പക്ഷെ ഒരു കൃത്യമില്ല, എന്താന്നറിയില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സംഭവം ആദ്യം കണ്ട നമ്മളാ. അവന്റെ ചേട്ടൻ നാട്ടിലെത്തിയെന്നാ പറഞ്ഞേ. ആളിച്ചിരി സൈക്കോന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആൾക്ക് പുറത്ത് ഭയങ്കര ബിസിനസ്സും കാര്യങ്ങളൊക്കെയാ, പിന്നെ കൊള്ളും എല്ലാം ഉണ്ട്. ഇനി നമ്മടെ ഭാഗത്ത് കയറി വരോ? എന്റെ പേടിയതാ, ആളായതുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്കും ഡീറ്റെയിൽ ഒന്നും അറിയില്ല എന്താന്നുള്ളത്. ആ ശരിയാണ്. ആരാണ്? പറയാം, സമയമുണ്ടല്ലോ. നിനക്ക് ചിത്തൂനെ അറിയാമോ? ആ അറിയാം. അവനെവിടെയാ ഫ്രണ്ട്? നിനക്കറിയോ? എനിക്കറിയാം. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അവൻ എവിടെയാന്ന് അറിയണ്ടേ? അവനെവിടെയാ? സത്യമായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് 2 ദിവസം ആയിട്ട് അവനെ കാണാനില്ലല്ലോ. എവിടെയാ അവൻ? അറിയില്ല, കാരണം അവനെ 2 ദിവസമായിട്ട് ഞങ്ങളുടെ കൂടെ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്താന്ന് അറിയില്ല. നിനക്കോ? എനിക്ക് ഇത്ര തന്നെ അറിയുള്ളൂ കേട്ടാ, വേറെ അറിയില്ല. കുറച്ചു നേരം നീ അവിടെ നിൽക്കും. ഇരിക്കാൻ തുല്യണ്ടോ നിനക്ക്?
കൂട്ടുകാരൻ എവിടെയാന്ന് അറിയില്ല. സ്വന്തം കൂട്ടുകാരനല്ലേ നിങ്ങളുടെ? അറിയില്ല. എവിടെയാ അവൻ? അറിയില്ലാന്ന്. എന്ത് അറിയില്ലാന്ന്? ഹാ ഹാ. എനിക്കറിയില്ല ചേട്ടാ. നിനക്കോ? ചേട്ടാ എനിക്കും പ്രത്യേകിച്ചൊന്നും അറിയില്ല. ഞങ്ങളന്ന് എല്ലാവരും കൂടി പറമ്പിൽ നിന്ന് തിരിച്ചു ഓടി വന്നപ്പോൾ ജിത്തുവിനെ കണ്ടില്ല. ഞങ്ങൾ തിരിച്ചു പോയി നോക്കിയപ്പോൾ കൂട്ടുകാരായിട്ട് നമുക്കൊരു ശ്രദ്ധയില്ല അല്ലേ? അല്ല, ഇതൊക്കെ അറിയാൻ നീ ആരാണ്? കാരണം നീ ഇതൊക്കെ അറിയില്ല. ഞാൻ ആരെന്ത് അറിയില്ല അല്ലേ? അവൻ പറഞ്ഞിട്ടാവില്ലല്ലോ. അറിയില്ല. അറിയില്ല കാരണം അവൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലേ. അത് ശരിയേ, അറിയണ്ടപ്പോ. എന്നാ കേട്ടോ, അവനൊരു ചേട്ടനുണ്ട്. അവനാണ് ഞാൻ. മനസ്സിലായ? ഓക്കെ ആണോ? ഇല്ലേട്ടാ ഞാനൊന്നും ഹാ, ചെയ്തിട്ടില്ല. അങ്ങനെയാ. എന്റെ അനിയൻ എന്താ പറ്റിയെന്ന് എനിക്ക് അറിയണം. ഞങ്ങൾക്ക് അറിയില്ലേട്ടാ. ഞങ്ങൾക്കൊന്നും അറിയില്ല ചേട്ടാ. ഞങ്ങക്ക് അറിയണ്ടേ? നിങ്ങളുടെ കൂടെ പഠിച്ച, നിങ്ങൾ ഓരോ ക്ലാസ്സിലുള്ള, നിങ്ങൾ ഓരോ റൂമിലുള്ള അവൻ എന്താ പറ്റിയെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഇനി എങ്ങാനും പൊടി പിള്ളേരെ നിങ്ങൾക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ നിങ്ങളുടെ സ്ഥാനം എവിടെയാണെന്നറിയോ? മണ്ണിന്റെ അടിയിലായിരിക്കും. മണ്ണ് വാരിയിടാൻ ആരും ഉണ്ടാവില്ല കേട്ടാ, ഓർത്തോ. ഇതിപ്പോ എന്താ കേക്കണേ? എനിക്കറിയില്ല. ഇതാരും എൻ്റെ ചേട്ടനാ. എനിക്കറിയില്ല അതൊന്നും എന്തിട്ട് നടക്കണെന്ന്. എന്തേലും ആവട്ടെ, ഇനി വരുന്നോട്ടേക്ക് കാണാം. ആ സാറേ, ഞാൻ സൈറ്റിൻ്റെ അവിടെ ഉണ്ട്. അപ്പോൾ സാറ് ഇപ്പോൾ വരുമോ? സാർ ഇപ്പോൾ എവിടെയാ? കുറച്ച് കാര്യങ്ങൾ നേരിട്ട് പറയാനുണ്ട്. ആ അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ആ ഓക്കെ. ജിൻസണല്ലേ? ആ ജിൻസ് വിളിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കും. സാറിന് അനിയനെ പറ്റി കുറച്ച് വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് മനസ്സിലായില്ലേ? ആ ഞാൻ വീഡിയോസ് കട്ട് തരാം. താങ്ക് യു. ഒരു കാര്യമുണ്ട്, ഇതിപ്പോൾ തന്നെ എനിക്ക് ഫോർവേഡ് ചെയ്ത് തരാം. ഫോൺ നമ്പർ അറിയാലോ? ആ അറിയാം. പിന്നെ ഒരു കാര്യം, ഇനി ഇത് നീ ആരോടും പറയണ്ട. നമ്മുടെ ബന്ധം ഇതോടുകൂടി അവസാനിച്ചു. കാര്യം കഴിഞ്ഞു. അതിനെക്കുറിച്ച് നീ അന്വേഷിക്കുക വേണ്ട. ഇതിൻ്റെ ബാക്കിയുള്ള ഭവിഷ്യത്ത് എൻ്റെ വകയാണ്. ഇതിൻ്റെ പേരിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എന്നെ വിളിക്കുക, ഞാൻ ഉണ്ടാവും. നമ്മൾ പടം കൊള്ളായിരുന്നു അല്ലേ? ക്ലൈമാക്സ് സീനായിരുന്നു. അവനെവിടെയാ? ആരനാട്ടാ? നിങ്ങളുടെ കൂട്ടുകാരനല്ല അവൻ? നാട്ടിൽ പോയി കാണല്ലോ. നിങ്ങൾക്കറിയില്ല അവനെന്താ ചെയ്തതെന്ന്? കാണിച്ചു തരാം. നോക്ക് നോക്ക്, അവനെന്താ ചെയ്തത് നോക്ക്. നിങ്ങളറിയാതെ ഇവന് ചെയ്യുന്നത് എനിക്ക് തോന്നണല്ലേ. ഇപ്പൊ പറ, എവിടെയാ അവൻ? ഇല്ല ഏട്ടാ, സത്യമായിട്ട് അറിയില്ല. എടുക്കല, ഫോൺ എടുക്ക്. അവന്റെ ഫോൺ, ആ അവന്റെ നമ്പർ താ. ഇതാ. ഇനി നിങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും പങ്ക് ഇതിലുണ്ടെന്ന് അറിഞ്ഞ ഇല്ല ഏട്ടാ. മനസ്സിലായില്ലേ? ഹാ ഹലോ, അരവിന്ദല്ലേ? നമുക്കൊന്ന് കാണണമല്ലോ, ആദ്യമായിട്ടും അവസാനമായിട്ടും. പിന്നെ നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം കഴിഞ്ഞു. ഇനി നിന്റെ സ്ഥാനം ഭൂമിയുടെ അടിയിൽ. നമുക്കപ്പോൾ കാണാം. നീ എവിടെയാടാ?
എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട്. വാ, അപ്പം കാണാം. അപ്പം വാ. നീ വന്നു അല്ലേ? ആ, ഞാൻ വന്നു. ഇനിയെല്ലാം ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. നീയല്ല തുടങ്ങിയത്. ഞാനും അവസാനിപ്പിക്കല്ല. അവസാനിപ്പിക്കേണ്ട ആരെന്ന് ഞാൻ തീരുമാനിക്കും. കേട്ടാ, നോക്കാം നമുക്ക്. പക്ഷെ അവസാനിപ്പിച്ചത് ഞാനാണല്ലോ. ഉറപ്പാണോ? ഉറപ്പായതുകൊണ്ടല്ലേ ഞാൻ പറയണേ. നോക്കാം. ആരവസാനിപ്പിച്ചു, നീ അവസാനിപ്പിച്ചു എന്നല്ല, നിന്റെ അനിയൻ തന്നെയാണ് എല്ലാം ചെയ്തത്. അതുകൊണ്ട് നിനക്കൊന്നും പറയാൻ പറ്റില്ല. അവൻ എന്റെ അനിയനാ. നിന്റെ അനിയൻ ചെയ്ത എന്താന്ന് അറിയണ്ട. അറിയണില്ലെങ്കിൽ നിനക്ക് എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റോ? എന്താടാ വിഷമിച്ചിരിക്കണ? ഇത് പറയണ പൈസ ഒന്നും കയ്യിലേക്കില്ല. ഞാൻ എന്ത് ചെയ്യാനാടാ, എനിക്ക് പറ്റില്ല, ഭയങ്കര ടൈറ്റില്ല. പൈസ ഒക്കെ ഉണ്ട്, പക്ഷെ ഇത്രയും ടൈറ്റില്ല. ഞാൻ എനിക്ക് എന്തൊരു പ്രശ്നം? പണ്ടത്തെ പോലെ ഒന്നല്ലടാ, വിചാരിച്ച പോലെ ഒന്നും നടക്കില്ലേ. എന്റെ പ്രശ്നം എന്താടാ, നമുക്ക് ഒരുമിച്ച് ഡീൽ ചെയ്യാം. ഞാനുണ്ട് അവിടെ കൂടാ, നീ പേടിക്കാന്ന് കണ്ട. എന്തുണ്ടായാലും ഞാൻ സപ്പോർട്ടാ. എന്തൊക്കെ ആയാലും ആരൊക്കെ എതിർത്ത് പറഞ്ഞാൽ ഞാൻ ഉണ്ടാവും. 15 മറക്കാണ്ടാവും അത്യാവശ്യം. എൻ്റെ ഉണ്ടടാ, പക്ഷെ തരാൻ പറ്റില്ലടാ, ഭയങ്കര പ്രയാസ. ഭയങ്കര പറ്റുമോ നോക്കടാ, വേറെ വഴിയില്ലടാ. അത്യാവശ്യം പറ്റുമോ നോക്ക്. നീ ചെയ്യണമെന്നറിയില്ല. സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ബിസിനസ് ആക്കാൻ നാശാറാ. മനസ്സിലാക്കടാ, എനിക്ക് എന്തെങ്കിലും ചെയ്യടാ, വേറെ പറ്റില്ല. വഴിയില്ലെന്ന്. എനിക്ക് ആരും എന്തിനാന്ന് വിളിക്കണം. ഒരു മിനിറ്റ്, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. എന്തിനാടാ? വേണ്ടടാ, ഞാൻ എൻ്റെ ചെറ ചെയ്ത. ഹലോ ഹലോ, ചേട്ടോ, ഞാൻ ഇന്ന് നാട് വിട്ടാലോ ആലോചിക്കാം. നീ എന്താ പറയണേ? നിനക്ക് എന്താ പ്രശ്നം? എന്ത് പറയാട്ടാ, ബിസിനസ് ഒന്നും പണ്ടത്തെ പോലെ ഇപ്പൊ നടക്കണില്ലേ. അതാണോ? എടാ, ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ ഇല്ലേ നിന്റെ കൂടെ? ഞാനില്ലേ? നീ എന്തിനു വിഷമിക്കണേ? എന്തുവേണി ഞാൻ നിന്നെ ചേട്ടനെ ഇത് പറഞ്ഞാ മതി, പ്രശ്നം പോയി എനിക്കാ. നിന്റെ പ്രശ്നം ഇരിക്കുന്നത് എന്താ? ഞാൻ പറഞ്ഞോലോ, ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റണില്ല. നിനക്കിപ്പോ ഇവിടെ വിട്ട് പോണം. ആ, നടക്കില്ല. നിനക്ക് മനസ്സിലായില്ല എല്ലാത്തിനും സത്യം. വല്ലാണ്ട് പറിച്ചു എടുക്കണ്ട എൻ്റെ അടുത്ത്, മനസ്സിലായ? എന്റെ സ്ഥലത്ത് വന്നിട്ട് നീ എന്റെ അടുത്ത് ആളാവാൻ നോക്കണ. എന്തൊക്കെയായാലും അവൻ എന്റെ അനിയനാ.
ഞാൻ അവസാനിപ്പിക്കണേ.